അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില കുരിശിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്തിനാണ് നമ്മൾ കുറ്റം വിധിക്കുന്നത്? മറ്റുള്ളവരെ കുറവിനെയാണ് നമ്മൾ കുറ്റം വിധിക്കുന്നത്. കുറ്റം വിധിക്കുന്നത് എന്തിനാണ്? കുറവിനെ മൂടി വയ്ക്കാൻ. ഹല്ലേലൂയ. അപ്പം ഞാൻ കുറ്റം വിധിക്കുമ്പോൾ എൻ്റെ കുറവിനെ മൂടി വയ്ക്കുക. ഞാൻ മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നതിന് എൻ്റെ കുറവിനെ മൂടി വയ്ക്കാൻ. കുറവിനെ മൂടി വെച്ചാൽ നമ്മൾ ഒരിക്കലും വളരുകയില്ല. അപ്പോൾ കുറ്റം വിധി കൊണ്ട് നമ്മൾ കുറവിനെ മൂടി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വളരാൻ പറ്റാത്തത്. ഹല്ലേലൂയ. നമ്മൾ ആദ്യം കുറ്റം വിധിച്ചത് ആരെയായിരിക്കും? നമ്മുടെ മാതാക്കന്മാർ. അപ്പോൾ അവർ നമ്മുടെ മനസ്സിൽ പറഞ്ഞു, ഉണ്ടോ ഇവർ കാരണം എൻ്റെ ഭാവി പോയി. വേറെ ആരെങ്കിലും എൻ്റെ അപ്പനും അമ്മയും ആയിരുന്നു ഞാനിന്ന് ഏത് നിലയിലെത്തിയനെ. ഹല്ലേലൂയ. അപ്പോൾ അവരുടെ കുറവിനെ കൊണ്ട് നമ്മൾ നമ്മുടെ കുറവിനെ കുറ്റം വിധിച്ച് നമ്മുടെ കുറവിനെ മൂടി വയ്ക്കുന്നു. ഹല്ലേലൂയ. 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 ആ കുറ്റം വിധി ദൂരെ കളയുക. മാതാക്കന്മാരുടെ കുറവ് അവർക്ക് വളരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ അവരുടെ കുറവ് കാരണമാണ് എനിക്ക് വളരാൻ പറ്റാത്തത്. അവർ കാരണം എൻ്റെ ഭാവി പോയി. ഈ അപ്പനും അമ്മയും കാരണം എൻ്റെ ജീവിതം തൊലഞ്ഞു. അവർ കാരണം ഞാൻ നശിച്ചു. ഈ ചിന്ത തലയിൽ ദൂരെ കളയണം. ആ കുറ്റംവിധി കളയണം. ഹല്ലേലൂയ. ഇനി നമ്മൾ നോക്കുക, മാതാക്കന്മാർ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടുവന്നതാണ് നമ്മുടെ സഹോദരങ്ങളൊക്കെ. നമ്മളാരും പോയി തിരഞ്ഞെടുത്തതല്ല. ആരായിരിക്കണം എൻ്റെ സഹോദരൻ, ആരായിരിക്കണം എൻ്റെ സഹോദരി എന്ന് നമ്മളാണ് തിരഞ്ഞെടുത്തത്. നമുക്കവിടെ ഒരു കഴിവില്ല. വെളിപ്പെട്ട ദൈവ പദ്ധതിയാണത്. ഹല്ലേലൂയ. അവരെ നിനക്ക് സ്വീകരിക്കാൻ കഴിയുമോ? അവരൊക്കെ നമുക്ക് സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ സ്വർഗസ്ഥനായ പിതാവിനെ മനസ്സിലാക്കണം. ഈ നിറവായ സ്വർഗീയ പിതാവിനെ നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ആ പിതാവിനെ നമുക്ക് വിളിക്കാൻ സാധിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ആട്ടെ, നീ നിൻ്റെ കുടുംബത്തെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ? നീ ഏത് കുടുംബത്തിൽ ജനിക്കണമെന്ന് തീരുമാനിച്ചത് ദൈവമാണ്, അല്ല നീ അല്ല. അതുകൊണ്ട് നീ ജീവിതത്തിൽ പറയാറുണ്ടോ, ദൈവമേ ഈ മുടിഞ്ഞ കുടുംബത്തിൽ ഞാൻ ജനിച്ചു, അതോടെ എൻ്റെ ഭാവി പോയി. ഈ കുടുംബത്തിൽ ജനിച്ചതാണ് എൻ്റെ തകർച്ചയുടെ കാരണം. ഹല്ലേലൂയ. നീ അങ്ങനെ പറയാറുണ്ടോ? നീ അത് മാറ്റിക്കള. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമാണ് നമുക്കൊരു കുടുംബം തന്നിരിക്കുന്നത്. ആ കുടുംബത്തിന് ദൈവമാണ് നമുക്കൊരു വീടൊക്കെ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ജനിച്ച സ്ഥലവും ഒക്കെ തന്നിരിക്കുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം അങ്ങനെ ഒരു സ്ഥലം തരുമ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദാനം നമ്മുടെ മുമ്പിലിരിക്കുകയാണ്. ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. എന്താണ്? മനോഹരമായ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മുറി അവിടെ നിന്ന് കരുതി വച്ചിരിക്കുന്നു. ഒരു വാസസ്ഥലം, നമുക്ക് സ്ഥിരമായ ഒരു വാസസ്ഥലം ഈ ഭൂമിയിലില്ല. എന്നാൽ നിത്യമായ സ്ഥലത്ത് നമുക്ക് വേണ്ടി അവിടെ നിന്ന് വാസസ്ഥലം കരുതി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ വാസസ്ഥലത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഹല്ലേലൂയ. 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 അങ്ങനെ ഒന്ന് അവിടെ ഇല്ലെങ്കിൽ ഇതിനർത്ഥമില്ല. സ്വർഗസ്ഥനായ പിതാവ് എന്ന് ഇല്ലെങ്കിൽ ബലഹീനരായ നമ്മുടെ സഹോദരങ്ങൾക്ക് മീനിങ് ഇല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ കുറവിനും മീനിങ് ഇല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കുറവുകളെല്ലാം നമ്മളെ സ്വർഗീയ പിതാവിലേക്ക് ഉയർത്തുന്നു. ഇതാ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഈ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചാണ് നമുക്ക് സൗഖ്യം പ്രാപിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ ബലഹീനരായ വ്യക്തികൾ, നിരവധി കുറവുകളുടെ സാഹചര്യങ്ങൾ, അവയൊക്കെയാണ് നമ്മുടെ ഈ തലച്ചോറിൽ
അനുഭവങ്ങൾ പകർന്നു വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അത് എന്തൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് ആർക്കറിയാം? ഹല്ലേലൂയ. പക്ഷേ അത് മുഴുവനും മീനിങ് ഉണ്ട്. കാരണം നീ സ്വർഗസ്ഥനായ പിതാവിനെ വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിന്റെ ബാല്യകാലത്തെ മുഴുവനും സുഖപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഒന്ന് കൈയുയർത്തി കൈയടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഈശോ ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ മറ്റ് മതങ്ങളുമൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. ആ മതങ്ങളിലൊക്കെ ധാരാളം പ്രബോധനങ്ങൾ കിടപ്പുണ്ട്. യഹൂദ മതത്തിൽ ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത 10 പ്രമാണങ്ങളും എല്ലാം കിടപ്പുണ്ട്. എല്ലാ മതങ്ങളിലും പ്രബോധനങ്ങൾ കിടപ്പുണ്ട്. ഈ പ്രബോധനങ്ങളെയെല്ലാം നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മതങ്ങളും പ്രാർത്ഥന പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഉപവാസം എല്ലാ മതങ്ങളും പറയുന്ന ഒന്നാണ് ഉപവാസം. ഹല്ലേലൂയ. ദാനധർമ്മം, ഇതൊക്കെ പുണ്യപ്രവൃത്തികളാണ്. ഹല്ലേലൂയ. ഇത്തരം പുണ്യപ്രവൃത്തികൾ ചെയ്താണ് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് എന്ന് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ചോദ്യം, ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നിട്ട് എന്താ കൂടുതലായി പഠിപ്പിച്ചത്? ഹല്ലേലൂയ. ദാനധർമ്മം, ഉപവാസം, പ്രാർത്ഥന, ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ മനുഷ്യൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇതൊക്കെ അവനെ അനുഷ്ഠിക്കുമ്പോഴും അവനെ പൂർണ്ണമായി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുന്നില്ല. അവൻ പ്രാർത്ഥിച്ചിട്ടും ദൈവം പ്രസാദിക്കുന്നില്ല എന്ന ഒരനുഭവം മനുഷ്യനുണ്ട്. പല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും എന്താണ്, അതൊന്നും ഫലമണിയുന്നില്ല എന്ന പരാതിയുണ്ട്. ചിലരുടെ വിശ്വാസമൊക്കെ ഇളകാനുള്ള കാരണം എന്താ? ഇത്രയൊക്കെ ചെയ്തിട്ട് എന്താ ദൈവം കനിയാത്തത് എന്നതാണ് ചിലരുടെ ദേഷ്യത്തിൻ്റെയും അരിശത്തിൻ്റെയും കാരണം. ഒരാൾ ചോദിക്കുകയാണ്, എല്ലാ ദിവസവും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ആ കുടുംബത്തിലെ കൊച്ചാണ് വണ്ടിയിടിച്ച് ചത്തുപോയത്. ഹല്ലേലൂയ. അതെന്താ അങ്ങനെ സംഭവിച്ചത്? ഹല്ലേലൂയ. എല്ലാ ദിവസവും പള്ളിയിലേക്ക് പോകുന്നില്ലേ? എന്നിട്ട് എന്താ അങ്ങനെ സംഭവിച്ചത്? അല്ലെങ്കിൽ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്താ ദൈവം എൻ്റെ മേൽ പ്രസാദിക്കാത്തത്? ഇങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഒന്ന് കൈയടിച്ച്. സ്ഥലമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ പറഞ്ഞ പ്രാർത്ഥനയും ദാനധർമ്മവും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവയ്ക്കൊന്നും നമ്മുടെ ഉള്ളിനെ വിശദീകരിക്കാനുള്ള കഴിവില്ല. ഹല്ലേലൂയ. നമ്മുടെ ഉള്ള് എപ്പോഴും കപടത കൊണ്ട് നിറഞ്ഞതാണ്. ഹല്ലേലൂയ. പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, തിന്മകൾ കൊണ്ട് നിറഞ്ഞതാണ്. നീ പ്രാർത്ഥിക്കുമ്പോഴും നിൻ്റെ ഉള്ള് അത്ര ക്ലിയറല്ല. ഹല്ലേലൂയ. ഈശോ അവതരിപ്പിച്ച ഫരിസയൻ്റെ കാര്യം എടുക്കുക. അയാൾ ദേവാലയത്തിൽ പ്രവേശിച്ചിട്ട് അയാൾ പറയുകയാണ്, യഹൂദ നിയമം അനുസരിച്ച് കൃത്യസമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പറഞ്ഞ പ്രകാരം ഉപവാസം അനുഷ്ഠിക്കുന്നുണ്ട്, ദാനധർമ്മങ്ങളെല്ലാം വളരെ കൃത്യമായി ഞാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ആ ദേവാലയത്തിന് വെളിയിൽ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല ഞാൻ, അവനിതൊന്നും ചെയ്യുന്നില്ല, ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, നമ്മുടെ ഉള്ള് ഇതൊക്കെ ചെയ്യുന്ന ഈ ഫരിസയൻ ദേവാലയത്തിന് വെളിയിൽ നിൽക്കുന്ന ചുങ്കക്കാരനെ താഴ്ത്തിക്കെട്ടിയാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അപ്പം നമ്മുടെ പ്രശ്നം നമ്മുടെ ഉള്ളു ക്ലിയറല്ല. അതുകൊണ്ട് തന്നെ ദൈവം പ്രസാദിക്കുന്നില്ല. ഞാൻ എത്രയൊക്കെ ചെയ്തിട്ട് ദൈവം പ്രസാദിക്കുന്നില്ല എന്ന പരാതി ആത്മീയ മണ്ഡലത്തിൽ പലരുടെയും ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. ഈ പ്രശ്നമാണ് യേശു പരിഹരിച്ചത്. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഒരു വ്യക്തിക്കും സ്വന്തം യോഗ്യതയിൽ ദൈവപിതാവിൻ്റെ അടുക്കലേക്ക് വരാൻ പറ്റിയല്ല. അതുകൊണ്ട് എൻ്റെ യോഗ്യതയിൽ നീ പിതാവിൻ്റെ അടുക്കലേക്ക് വരിക. ഹല്ലേലൂയ. ഇതാണ് യേശു കൊണ്ടുവന്ന മാർഗം. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും യേശുവിൻ്റെ യോഗ്യതയിൽ ദൈവപിതാവിനെ വിളിക്കാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ ഈ കാസർഗോഡ് ആ ഭാഗത്തുനിന്ന് ഒരു ഹൈന്ദവ സഹോദരൻ ഇവിടെ ധ്യാനിക്കാൻ വന്നു. പുള്ളിക്കാരൻ ഇവിടെ വന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. പുള്ളിയുടെ ഭാര്യ രോഗിയായി ആശുപത്രിക്കാർ മടക്കി. ഇനി വൈദ്യശാസ്ത്രത്തിൽ മരുന്നൊന്നുമില്ല, ഇന്നോ നാളെയോ മരണം അങ്ങനെ കിടക്കുക. അപ്പോൾ ഇയാൾ അതിനിടയ്ക്ക് ഒത്തിരി വഴിപാടുകളും നേർച്ച കാഴ്ചകളൊക്കെ ചെയ്തു, ഒരു ഫലവും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആരോ ഒരാൾ ഈ വ്യക്തിയോട് പറഞ്ഞു, നീ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലൊന്ന് പോകാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ ഭാര്യയും കൊണ്ട് എങ്ങനെ ഇവിടെ വരുന്നത് ഈ അവസ്ഥയിൽ? അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഭാര്യയുടെ അനിയത്തിയെ വിളിച്ചുകൊണ്ട് വന്ന് ഭാര്യയുടെ അടുക്കലാക്കിയിട്ട് എന്തെങ്കിലും ആട്ടെന്ന് ഇവിടെയും കൂടെ പൊക്കളയാം എന്ന് പറഞ്ഞ് പുള്ളി ഇവിടെ വന്നു. പുള്ളിക്ക് ബൈബിളിനെക്കുറിച്ചോ യേശു ക്രിസ്തുവിനെക്കുറിച്ചോ ഒന്നും അറിയാൻ പാടില്ല. പക്ഷെ പുള്ളി ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു പോയിൻ്റ് പുള്ളിയുടെ മനസ്സിൽ പതിച്ചു. അതായത് നമ്മുടെ സ്വന്തം യോഗ്യതയിൽ നമുക്ക് ദൈവത്തെ വിളിക്കാനായിട്ട് വാസ്തവത്തിൽ യോഗ്യതയില്ല. അതുകൊണ്ട് യേശുവിൻ്റെ യോഗ്യതയിൽ നിനക്ക് ദൈവപിതാവിനെ വിളിക്കാൻ കഴിയും. ഹല്ലേലൂയ. എബ്രായ ലേഖനം 7:25 തന്നിലൂടെ പിതാവിനെ സമീപിക്കുന്ന എല്ലാവരെയും അവിടത്തേക്ക് അവരെ രക്ഷിക്കാൻ പറ്റും. ഹല്ലേലൂയ. ക്രിസ്തുവിലൂടെ പിതാവിനെ സമീപിക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വളരെ ശക്തമായിട്ട് പതിഞ്ഞു. ഞാൻ എൻ്റെ യോഗ്യതയിൽ ഈ വഴിപാടും പരിപാടിയൊക്കെ നടത്തിയിട്ട് ഫലമുണ്ടായില്ലല്ലോ, എന്നാൽ ഇനി യേശുവിൻ്റെ യോഗ്യതയിൽ ദൈവപിതാവിനെ വിളിക്കാം എന്ന് പുള്ളി മനസ്സിൽ കരുതി. അങ്ങനെ ആ നിമിഷം തൊട്ട് ക്രിസ്തുവിൻ്റെ യോഗ്യതയിൽ പുള്ളി വയ്യെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ യോഗ്യതയിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ യേശു നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ യോഗ്യതയിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഈശോയുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയിൽ, ഈശോ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയിൽ, യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയിൽ, യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ യോഗ്യതയിൽ പിതാവിനെ വിളിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം അത് വിളിക്കുന്തോറും പുള്ളിയുടെ ഉള്ളിൽ ഒരു എന്തെന്നില്ലാത്തൊരു ഹാപ്പിനെസ് ഉണ്ടാകാൻ തുടങ്ങി. ഹല്ലേലൂയ. പുള്ളി ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഭാര്യയുടെ മുറിയിലിരുന്നിട്ട് പുള്ളി യേശുവിൻ്റെ യോഗ്യതയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവായ യേശുവേ, അങ്ങയുടെ കാൽവരി കുരിശിലെ ബലിയുടെ യോഗ്യതയിൽ അങ്ങേ പിതാവേ ഞാനങ്ങേ വിളിക്കുന്നു. ഹല്ലേലൂയ. ഈശോ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയിൽ പിതാവേ കരുണയായിരിക്കണമേ. യേശുവേ, അവിടുന്ന് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് കാലിത്തൊഴുത്തിൽ അവിടുന്ന് പിറന്ന് അതിൻ്റെ യോഗ്യതയിൽ പിതാവേ ഈ കുടുംബത്തോട് കരുണയായിരിക്കണമേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് പുള്ളി അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹം പറയുകയാണ്, യേശുവിൻ്റെ യോഗ്യതയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴേ ആ മുറി മുഴുവനും 10,000 സൂര്യൻ്റെ വെളിച്ചത്തിൻ്റെ ശക്തി അവിടെ വ്യാപരിച്ചു. വലിയ പ്രകാശം അവിടെ വ്യാപരിച്ചു. നിമിഷങ്ങൾ കഴിഞ്ഞില്ല, രോഗിയായ അയാളുടെ ഭാര്യ ചാടി എഴുന്നേറ്റു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തു.
പ്രൈസ് ദി ലോർഡ്. ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഒരു 8-9 മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഞാനവിടെ നിൽക്കുമ്പോൾ ഈ സഹോദരൻ എന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പം എന്താ ചെയ്യുന്നത്? എൻ്റെ അച്ഛാ ഇപ്പം എനിക്ക് ഒട്ടും നേരെയില്ല. ഞാൻ ചോദിച്ചു, എന്താണ്? ഞാനിങ്ങനെ പ്രാർത്ഥന യോഗം നടക്കുക. ഹല്ലേലൂയ. ഞാൻ എവിടെ നിന്നുകൊണ്ട് യേശുവിൻ്റെ അടികളുടെ യോഗ്യതയിൽ, അവിടെ നേറ്റ ചാട്ടവാറടിയുടെ യോഗ്യതയിൽ, യേശുവിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയിൽ എന്ന് ഉച്ചരിക്കുമ്പോൾ തന്നെ അവിടെ സൗഖ്യം ഒഴുകുന്നു, വിടുതൽ പ്രാപിക്കുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മൾ പഠിക്കുക, നമ്മൾ നമ്മുടെ യോഗ്യതയിലല്ല, ഈശോയുടെ യോഗ്യതയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇപ്പം ചില തലയ്ക്കകത്ത് ഉണ്ടാകുന്ന ചെകുത്താൻ്റെ ഒരു പ്രലോഭനമാണ്, ഈ കാണാവുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിനക്കെന്നാ കിട്ടി? ഹല്ലേലൂയ. അങ്ങനെ ചിലർ യുക്തിവാദികളായി പോകുന്ന ആളുകളുണ്ട്. ഹല്ലേലൂയ. പല യുക്തിവാദികളും നിങ്ങൾ നോക്കിക്കോ, ആദ്യം ദൈവവിശ്വാസികളായിരുന്നു. ഹല്ലേലൂയ. എന്നിട്ടാണ് യുക്തിവാദിയാകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതിന് കാരണം ഇതാണ്. ഹല്ലേലൂയ. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കണം, നമുക്കൊരു യോഗ്യതയില്ല. ഈ ക്രിസ്തുവിൻ്റെ യോഗ്യത മാത്രമാണ് നമുക്ക് ആകെപ്പാടെ ഉള്ളത്. ഹല്ലേലൂയ. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, ഞാനിവിടെ ഇരിക്കുന്ന ഒരു സഹോദരനെ വിളിച്ചിട്ട്, സഹോദര ഒരു പാട്ട് പാടാവോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയാണ്, എൻ്റെ അച്ഛ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് പാടാനോ? ഞാനൊരു പാട്ടുകാരനും അല്ല, ഒന്നുമല്ല, എനിക്ക് പാട്ടിട്ട് അറിയാനും പാടില്ല. നേരെ മറിച്ച് ഇവിടെ വലിയൊരു പാട്ടുകാരൻ വരികയാണ്, വലിയൊരു സംഗീതജ്ഞൻ, അദ്ദേഹം പാടാൻ പോവുകയാണ്. അപ്പം ഞാനിവിടെ ഇരിക്കുന്ന കുറച്ച് പേരോട് പറഞ്ഞു, ആ പുള്ളി വലിയ പാട്ടുകാരനാണ്, പുള്ളി പാടാൻ പോവുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടത്തിൽ കൂടാം. അപ്പോൾ അവർ പറയും, ആ കാര്യം ഞങ്ങളേറ്റു, കൂടത്തിൽ കൂടിയ പോരെ. ഹല്ലേലൂയ. പാടുന്ന അയാളല്ലേ, നമുക്ക് കൂടത്തിൽ കൂടിയ പോരെ. ഹല്ലേലൂയ. ഇതുപോലെ നമ്മൾ മനസ്സിലാക്കുക, ഒരു ക്രിസ്ത്യ വിശ്വാസി പ്രാർത്ഥിക്കുന്നത് തനിച്ചല്ല, അവൻ പ്രാർത്ഥിക്കുന്നത് ഈശോയോട് കൂടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയോട് കൂടിയാണ് ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ആ ഈശോ നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യമറിയുന്ന ദൈവമാണ് അവിടുന്ന്. നീ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിൻ്റെ ആവശ്യമറിയുന്ന യേശു നിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് നിനക്ക് വേണ്ടി പിതാവിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നിൻ്റെ ഉള്ളിലിരുന്നോണ്ട് എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു, ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. അപ്പോൾ ആത്മാവ് നിന്നോട് പറയാതെ ഈശോ നിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് നിൻ്റെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നീ ആ ഈശോയോട് ചേരുക. ഹല്ലേലൂയ. അങ്ങനെ ഈശോയോട് ചേർന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ തോമസ് എന്ന് പറഞ്ഞ ഒരാൾ, അയാൾ പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. അയാളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുകയാണ്, യേശു നിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. തോമസ് ഒരു രോഗിയാണ്. അപ്പോൾ ഈശോ തോമസിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഈ തോമസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, തോമസിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ പ്രാർത്ഥിക്കുക. അപ്പോൾ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പിതാവിനോടൊരു കാര്യം പറയും, പിതാവേ, ഈ തോമസിൻ്റെ യോഗ്യതയിലേക്കൊന്നും നീ നോക്കിയേക്കരുത്, എൻ്റെ യോഗ്യതയിലേക്ക് നോക്കി തോമസിനെ അനുഗ്രഹിക്കണമേ. ഇതാണ് ഈശോ പറയുന്നത്. ഹല്ലേലൂയ. വീണ്ടും ഈശോ വ്യക്തമാക്കുകയാണ്, പിതാവേ, എൻ്റെ തലയിലെ മുൾമുടി കണ്ടോ, എൻ്റെ ശരീരത്തിലെ ചാട്ടവാറടിയേറ്റ് രക്തം വാർന്നൊഴുകിയ മുറിപ്പാടുകൾ കണ്ടോ, ഈ മുറിവിൻ്റെ യോഗ്യതയിൽ
തോമസിനെ അനുഗ്രഹിക്കണമേ. എൻ്റെ തലയിലെ മുൾമുടിയുടെ യോഗ്യതയിൽ ഈ മകനെ അനുഗ്രഹിക്കണമേ. ഇങ്ങനെ ഈശോ നമുക്ക് വേണ്ടി ചെയ്ത ഓരോ കാര്യവും പിതാവിന് മുമ്പിൽ ഈശോ പറഞ്ഞ് നമുക്ക് വേണ്ടി യേശു പിതാവിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയോടാണ് നീ സഹകരിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പം നീയും ഈശോയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നീ പ്രാർത്ഥന നിർത്തിയാലും അപ്പോഴും ഈശോ നിനക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിർത്തിയിട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയാണ് നമുക്ക് ഈശോയോട് ചേർന്ന് നമുക്ക് അങ്ങനെ മണിക്കൂറോളം പ്രാർത്ഥിക്കാൻ കഴിയും. കാരണം ഈശോ നിൻ്റെ ഉള്ളിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഈശോയോട് ചേർന്ന് നീ പ്രാർത്ഥിക്കുക. നിൻ്റെ മിടുക്കും സാമർഥ്യമൊക്കെ അവിടെ കള. ഹല്ലേലൂയ. അതിനൊന്നും ഒരു യോഗ്യതയുമില്ല. ഹല്ലേലൂയ. ഈശോ നമുക്ക് വേണ്ടി ചെയ്ത കാര്യത്തിനാണ് പിതാവിന് മുമ്പിൽ വിലയുള്ളത്. അവൻ ചിന്തിയ രക്തത്തിന് വിലയുണ്ട്. നമ്മുടെ പാപത്തെ മുഴുവനും കഴുകിക്കളയുവാൻ ആ രക്തത്തിന് കഴിവുണ്ട്. മനുഷ്യൻ്റെ പാപമരിയുന്ന ഒരേ ഒരു ലായനിയേ ഉള്ളൂ, അത് യേശുവിൻ്റെ രക്തമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ്റെ അടികൾക്ക് യോഗ്യതയുണ്ട്. അതുകൊണ്ടാണ് 1 പത്രോസ് 2:24 ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ് പ്രാർത്ഥിക്കുകയാണ്, അവൻ്റെ അടികളാൽ, അവനേറ്റ അടികളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഏൽക്കപ്പെട്ട ക്ഷതത്താൽ, മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ നീ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ ബലിയിൽ നിന്ന് നീ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തേക്ക് ദൈവശക്തി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലൊരു സഹോദരൻ അവന് വഴിയരിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു പൈതലായിരുന്നു. അപ്പനേതാ അമ്മയേതാ ഒരു പിടുത്തമില്ല. അങ്ങനെ ഏതോ അനാഥശാലയിൽ ആദ്യം വളർന്നു വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അവരവിടുന്ന് പുറത്താക്കി. അങ്ങനെ ഏതാണ്ട് 9 വയസ്സായി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സ്ഥാപനത്തിലും അവന് സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്വഭാവ വൈകല്യങ്ങളൊക്കെ കാരണം അങ്ങനെ തെരുവീഥിയിലേക്ക് വാസ്തവത്തിൽ കടന്നു ചെന്നു. അങ്ങനെ അവിടെ സ്വതന്ത്രനായിട്ട് ജീവിച്ചു. എല്ലാവിധ ഗുണ്ടാപ്പണിക്കും പോകും, കണ്ടമാനം മദ്യവും ഡ്രഗ്സും ഒക്കെ അടിക്കും, എല്ലാ തോന്നിവാസനും പോകും, തല്ലിനും കൊല്ലിനും കൊലപാതകത്തിനും പല പ്രാവശ്യം ജയിലിൽ കയറി, ഒത്തിരി പേരുടെ തല്ലുകൊണ്ട് പലർക്കും തല്ലു കൊടുത്തു. അങ്ങനെയൊക്കെ എല്ലാവരുടെയും ദേഷ്യവും പകയും അങ്ങനെ ഒരു ജീവിതമായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴേക്കും അവൻ രോഗിയായി. അങ്ങനെ ഈ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിൽ ആരോ കൊണ്ടുവന്ന് അവരെ കിടത്തിയിട്ട് പോയി. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇവിടുന്ന് ധ്യാനം കഴിഞ്ഞ് ഈ ഹോസ്പിറ്റലിൽ സർവീസ് ചെയ്യുന്ന 1-2 സഹോദരങ്ങൾ പല രോഗികളെയും കണ്ട കൂട്ടത്തിൽ ഇവനെയും കണ്ടു. ഇവൻ്റെ അടുക്കൽ ചെന്നിരുന്ന് സംസാരിച്ചു. അങ്ങനെ ഇവൻ്റെ ചരിത്രമൊക്കെ മനസ്സിലായി. ഇവനാണെങ്കിൽ ആരുമില്ലാത്തവനായിട്ട് കിടക്കുകയാണ്. രോഗിയായപ്പോഴാണ് അവന് കൂടുതലായി മറ്റുള്ളവരുടെ സഹായമൊക്കെ ആഗ്രഹിക്കാൻ തുടങ്ങിയത്. അതുവരെ എല്ലാവരോടും പകയായിട്ട് നടക്കുകയായിരുന്നു. ഏതായാലും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തപ്പോൾ അവനെ ഇവിടെ കൊണ്ടുവന്നു. അവന് ഈശോയെക്കുറിച്ചോ ബൈബിളെക്കുറിച്ചൊന്നും ഒരു വിവരവുമില്ല. ഹല്ലേലൂയ. അപ്പോൾ അവൻ ഇവിടെ പറയുന്ന വചനങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് അവൻ മനസ്സിലാക്കി ഈശോ ഉള്ളിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോ ഉള്ളിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവനുള്ളിൽ വേറെ ബോധമുണ്ടായി. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ അവൻ്റെ മനസ്സിൽ പറഞ്ഞു, ദേ ഈശോ എന്നെ വിളിക്കുക, നമുക്ക് 2 പേർക്കും കൂടെ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാമെന്ന്. ഹല്ലേലൂയ. അവനാണ് ജീവിതത്തിൽ
അപ്പൻ്റെയോ അമ്മയുടെയോ ഒരു സ്നേഹമോ സ്പർശനമോ കിട്ടിയിട്ടില്ല. അവൻ്റെ ഉള്ളിലെ വലിയൊരു മോഹമാണ് അമ്മയുടെയും അപ്പൻ്റെയും സ്നേഹത്തിന് വേണ്ടിയുള്ള ആഗ്രഹം. അങ്ങനെയുള്ള അവൻ്റെ ഉള്ളിൽ ഈശോ കൊടുത്ത ശക്തമായ പ്രേരണയാണ് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാമെന്ന്. ഹല്ലേലൂയ. അവനങ്ങനെ ആദ്യമായി ഈശോയോട് ചേർന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നങ്ങ് വിളിക്കാൻ തുടങ്ങി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് മാത്രം അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയ ശേഷം പിന്നെ സ്ഥിതിയൊക്കെ അങ്ങോട്ട് മാറി. അവരെവിടെയാണെന്നുള്ള ബോധമൊക്കെ അങ്ങ് പോയി. അവരുടെ മറിഞ്ഞു വീഴുക അതൊക്കെ ചെയ്ത് അവരെ കണ്ണുനീര് ധാരധാരയായി ഒഴുകി. പിന്നെ അവൻ കുറേ സമയത്തേക്ക് എവിടെയായിരുന്നതെന്നും അവനൊരു പിടുത്തമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ ഉള്ളിലെ ദുഃഖങ്ങൾ മുഴുവൻ ഒലിച്ചു പോയി. 1.5 മണിക്കൂർ കഴിഞ്ഞ് അവൻ കണ്ണു തുറന്ന് എഴുന്നേൽക്കുമ്പോൾ അവനൊരു പുത്തൻ വ്യക്തിയായി മാറി. അവൻ്റെ ഉള്ളിൽ മുഴുവനും ദൈവത്തിന് സ്നേഹം ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു അനുഭവം. അതൊന്നും അവന് വിവരിക്കാൻ പറ്റിയല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവരുടെ സ്വഭാവം മുഴുവനും മാറി മറിഞ്ഞു. ഇന്ന് ആ സഹോദരൻ വടക്കേ ഇന്ത്യയിൽ ഒരു ജയിൽ മിനിസ്ട്രിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയുയർത്തി കൈയടിച്ചേ. ഹല്ലേലൂയ. അവിടെ നമ്മുടെ എന്തെങ്കിലും പ്രവൃത്തികൾക്കല്ല, ഈശോയുടെ യോഗ്യതയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ യോഗ്യതയിൽ, അവൻ്റെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയിൽ, അവനേറ്റ അടികളുടെ യോഗ്യതയിൽ, അവൻ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ഈശോയുടെ രക്തത്തിൻ്റെ യോഗ്യതയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് എന്താ? ആ തിരുരക്തം നമ്മുടെ പാപത്തെയും നമ്മുടെ ഉള്ളിലുള്ള പാപക്കെട്ടുകളെയും അവയുടെ ബന്ധനങ്ങളെ മുഴുവനും കഴുകിക്കളയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരുന്നു. ആത്മാവ് എന്താ ചെയ്യുന്നത്? ഈശോ നമുക്ക് വേണ്ടി ചെയ്ത മുഴുവൻ കാര്യങ്ങളുടെയും അളവില്ലാത്ത യോഗ്യത പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് പകരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടോ ഒരു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഭൂമിയിൽ ജീവിച്ച ആ ഈശോയുടെ ജീവിതത്തിൻ്റെ യോഗ്യത, കാലമെന്ന തടസ്സത്തെ മാറ്റിക്കളഞ്ഞ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈശോ ചെയ്ത ഓരോ കാര്യവും ഇത് അളവില്ലാത്ത സ്നേഹമായി, അളവില്ലാത്ത സൗഖ്യ അനുഭവമായി, അളവില്ലാത്ത ശക്തി വിശേഷമായി ഇതാ നമ്മളിലേക്ക് പകരുന്നു. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു, ആ യേശുവിന് കുരിശിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതെല്ലാം ക്രിസ്തുവിന് മടക്കി കിട്ടി. മരണം ഉയർപ്പായി, അപമാനത്തിൻ്റെ കുരിശ് രക്ഷയുടെ ചിഹ്നമായി, ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ മുറിവുകളിൽ സൗഖ്യത്തിൻ്റെ ഔഷധമായി, ഈശോ ചിന്തിയ രക്തം പാപമോചന രക്തമായി മാറി. ഹല്ലേലൂയ. ഈശോയ്ക്ക് ഈ നഷ്ടപ്പെട്ടതെല്ലാം മടക്കി കൊടുത്തത് പിതാവാണ്. ഈശോയെ കുരിശ് തറച്ചവരല്ല മടക്കി കൊടുത്തത്, പിതാവാണ് മടക്കി കൊടുത്തത്. ഹല്ലേലൂയ. ആ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു നമ്മുടെ മുമ്പിൽ വന്നൊരു കാര്യം പറയുകയാണ്. നിനക്ക് ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടത് ആരാണോ നഷ്ടപ്പെടുത്തിയത് അവരല്ല നിനക്ക് മടക്കി തരുന്നത്. നീ അവരിലേക്ക് നോക്കിയിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും നിനക്ക് മടക്കി കിട്ടാനും പോകുന്നില്ല, സൗഖ്യം കിട്ടുകയുമില്ല. ഇത് നീ വിശ്വാസം കൊണ്ട് അംഗീകരിക്കണം. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം എൻ്റെ ദൈവത്തിന് മടക്കി തരാൻ കഴിയും. അവിടെ നഷ്ടപ്പെട്ടത് നീ മറ്റുള്ളവരുടെ കയ്യിൽ കാണാതെ ദൈവപിതാവിൻ്റെ കയ്യിൽ കാണാൻ പഠിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ആ സ്വർഗസ്ഥനായ പിതാവിനെ നീ വിളിക്കുമ്പോൾ നിനക്ക് നഷ്ടപ്പെട്ടത് മുഴുവനും ഇതാ നിന്നിലേക്ക് ഒഴുകി വരുന്നു. ദൈവത്തിൽ നിന്ന് ഒരു സ്നേഹപ്രവാഹം ഇതാ ആരംഭിച്ചിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവിലൂടെയാണ് നിന്നിലേക്ക് കടന്നു വരുന്നത്. നിനക്ക് കിട്ടാതെ പോയ സ്നേഹം ദൈവാത്മാവിലൂടെ ഇതാ നിന്നിലേക്ക് ഒഴുകുന്നു. ഹല്ലേലൂയ. അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്.